ഞാൻ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് കാണല് ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ പെണ്ണ് കാണലായിട്ടൊരു കല്യാണം ഉണ്ടായിട്ടില്ല. ഞാൻ ദുബായിലായിരുന്നു, ഫോട്ടോ കണ്ട് അങ്ങോട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലേക്ക് വരുന്നു, കല്യാണത്തിന്റെ നിക്കാഹിന്റെ ഒരു 5-6 ദിവസം മുമ്പ് ഒന്ന് ജസ്റ്റ് അവരുടെ വീട്ടിൽ പോകുന്നു, ഇറങ്ങുന്നു, അത്രേ ഉള്ളൂ. പെണ്ണ് കാണൽ ചടങ്ങായിട്ടൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ലൈഫ്. പിന്നെ ഞാൻ കാരണം നമ്മൾ സ്വന്തം റൂമിലേക്ക് പോകാൻ തന്നെ നമുക്കൊരു മടി. ഈ ജാസി പുള്ളിക്കാരനെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആളൊരു ട്രാൻസ്ജെൻഡർ ആണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായ ആളുകൾക്കൊക്കെ ജാസിയെ പരിചയമുണ്ടാവും. കഴിഞ്ഞ ദിവസം വണ്ടി ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ജാസി സംസാരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ആദ്യം ആ ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. പിന്നെ കമന്റ്സിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു കല്യാണ വിഷയം ഇത് കുറെ മുമ്പ് പറഞ്ഞ കാര്യം. അപ്പൊ ആ സമയത്ത് അതിന്റെ കമന്റ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ജീവിതം കളഞ്ഞുവൻ, അങ്ങനെയുള്ള കുറെ എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം തന്നെയാണ് അവതാരിക ജാസിയോട് ചോദിച്ചതല്ലേ. പെണ്ണിന്റെ മനസ്സാണ് ജാസിക്ക് എന്ന് ചെറുപ്പം തൊട്ട് തന്നെ അറിയാമായിരുന്നു. പെണ്ണുങ്ങളോടല്ല തനിക്ക് ആണുങ്ങളോടാണ് അട്രാക്ഷൻ ഉണ്ടാവാറുള്ളതെന്നും ജാസിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും എന്തിനൊരു കല്യാണത്തിന് സമ്മതിച്ചു? വെറുതെ ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി തകർക്കണമായിരുന്നു. ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഈ ചോദ്യത്തിന് ജാസി എന്ത് മറുപടിയാണ് കൊടുത്തതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. പെണ്ണിന്റെ ജീവിതം കളഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ആ കുട്ടിനെ നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി +1 +2 പഠിക്കായിരുന്നു. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഡിപ്ലോമ കോഴ്സ് ചെയ്തു. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തത്. പിന്നെ ചെയ്യിച്ചതും പിന്നെ നമുക്ക് മന്ത്ലി അവർക്ക് മാസം പേയ്മെന്റ് കൊടുക്കണമല്ലോ അങ്ങനെ അത്യാവശ്യം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈവോഴ്സ് ചെയ്ത സമയത്തും ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയുന്നത്. പിന്നെ ഞങ്ങൾ കൊടുത്ത സ്വർണ്ണങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുത്തു. അതായത് ഞങ്ങൾ കൊടുത്ത മെഹർ കൊടുത്ത അതൊന്നും ഞങ്ങൾ തിരിച്ച് വാങ്ങിയിട്ടൊന്നുമില്ല. അതൊക്കെ നമ്മൾ കൊടുത്തു. കാരണം ആ കുട്ടിക്ക് നാളെ ലൈഫ് ഉണ്ടായാൽ അത് ബെറ്റർ ആയിക്കോളും എന്ന് വിചാരിച്ചു. ഉമ്മ പറഞ്ഞ അതൊന്നും വാങ്ങണ്ട, ഒക്കെ അവൾക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു പെണ്ണോട് ജീവിതം നശിപ്പിച്ചു എന്ന് തോന്നാറില്ല. സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഞാൻ കോണ്ടാക്ട് ഇല്ല. ഉമ്മാനെ ഇടക്ക് വിളിക്കാറുണ്ടെന്ന് പറയാം. അതിപ്പോ സെറ്റിൽ ആയോ? കല്യാണം അവള് ഇപ്പോ ഓൾറെഡി വിദേശത്തേക്ക് പോവാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല? അല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്കറിയില്ല, ഞാൻ ചോദിക്കാറൊന്നുമില്ലല്ലോ. എനിക്കറിയില്ല. ഓക്കെ, ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടുള്ളതായി തോന്നുന്നില്ല എന്നാണ് ജാസിയുടെ പറയുന്നത്. പക്ഷെ അത് പൂർണ്ണമായും ശരിയാണോ? ഒരിക്കലുമല്ല. ഞാൻ അവളെ പഠിപ്പിച്ചു, സ്വർണമെല്ലാം തിരിച്ചു കൊടുത്തു. അതൊന്നും ഒരു ന്യായീകരണമായി പറയാൻ കഴിയില്ല. അവളുടെ ജീവിതത്തിലെ ഒരുപാട് വർഷങ്ങളാണ് നഷ്ടപ്പെട്ടത്. ജാസിയും കൂടെയാണ് കാരണക്കാരനെന്ന് മറക്കരുത്. പക്ഷെ ഈ വിഷയത്തിൽ ജാസിയെ മാത്രം കുറ്റപ്പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയാനും കാരണമുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് അവതാരികയുടെ സിവിലർ ആയിട്ടുള്ള ഒരു ചോദ്യത്തിനും കൂടി ജാസി മറുപടി കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇപ്പൊ വീട്ടുകാർ കല്യാണം നിശ്ചയിക്കുന്നു, പെണ്ണ് കാണാൻ, അങ്ങനെയുള്ള കുറെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് കല്യാണത്തിലേക്ക് എത്തുന്നത്. ഈ സമയങ്ങളിലൊന്നും എനിക്ക് ഈ കല്യാണം വേണ്ട, എനിക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് കാണല് ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ പെണ്ണ് കാണലായിട്ടൊരു കല്യാണം ഉണ്ടായിട്ടില്ല. ഞാൻ ദുബായിലായിരുന്നു, ഫോട്ടോ കണ്ട് അങ്ങോട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലേക്ക് വരുന്നു, കല്യാണത്തിന്റെ നിക്കാഹിന്റെ ഒരു 5-6 ദിവസം മുമ്പ് ഒന്ന് ജസ്റ്റ് അവരുടെ വീട്ടിൽ പോകുന്നു, ഇറങ്ങുന്നു, അത്രേ ഉള്ളൂ. പെണ്ണ് കാണൽ ചടങ്ങായിട്ടൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ കല്യാണം വരുമ്പോൾ എനിക്ക് ടെൻഷൻ. കാരണം ഞാൻ കല്യാണത്തിന് ആളുകളെ പോലെ അഭിനയിക്കണമല്ലോ. ഉള്ളിൽ സ്ത്രീ ആണെങ്കിൽ പോലും അഭിനയിച്ച് നിൽക്കണല്ലോ ആളുടെ മുമ്പിൽ. അപ്പൊ ഞാൻ അതിന് ഫോട്ടോഗ്രാഫർ എന്നെ അറിയുന്ന ആളുകൾ അവരോട് ഞാൻ പറയും, എടുക്കുന്ന പോസൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാക്കണേ. ആൽബം വരുമ്പോൾ ആണുങ്ങളെ പോലെ തന്നെ വേറിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ്. ഭയങ്കര ഇന്ത്യൻ ലൈഫ് ഒരു വലിയ സ്റ്റോറിയാണ് പറഞ്ഞ ജീവിതത്തിൽ. അത്രയും അങ്ങനെയൊക്കെയാണ് ഞാൻ കല്യാണത്തിൽ. കല്യാണം ഓൾറെഡി ഉപ്പാക്ക് വയ്യ, ഉപ്പാക്ക് ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. അങ്ങനെ ഉപ്പാന്റെ ഒരു നിർബന്ധം ഇതൊക്കെയാണ് വെച്ചിട്ടാണ് പെട്ടെന്ന് കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എല്ലാവരും പറഞ്ഞു കല്യാണം കഴിഞ്ഞതൊക്കെ മാറും, ഒരു പെണ്ണ് കല്യാണം കഴിച്ചാലും കല്യാണം കഴിഞ്ഞാൽ ഇത് മാറും എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് വന്നത്. ഓക്കെ, ജാസി ഇവിടെ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു. കല്യാണം കഴിഞ്ഞ് എല്ലാം ശരിയാകുമെന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് വീട്ടുകാർ ജാസിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അതായത് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു സ്വഭാവം ബോഡി ലാംഗ്വേജും കല്യാണം കഴിഞ്ഞതിന് ശേഷം റെഡിയാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടുകാരെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങുമെന്നല്ലാണ്ട് ജാസിക്ക് വേറൊരു വഴിയില്ലായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ജാസിയെ കുറ്റപ്പെടുത്താം, വേണമെങ്കിൽ ജാസിക്ക് സമ്മതിക്കാണ്ടിരിക്കാമായിരുന്നു എന്ന് വേണമെങ്കിലും ചോദിക്കാം. എല്ലാം അറിഞ്ഞിട്ടും ഒരു പെൺകുട്ടിയെ ചതിക്കാൻ കൂട്ടുനിന്നത് എന്തിനായിരുന്നു എന്നും ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നവരിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഈ ചോദ്യത്തിനൊന്നും ഒരു തെറ്റുമില്ല.
ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചാൽ എന്തൊരു ന്യായീകരണം തന്നാലും അത് ശരിയാവില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജാസിയെ ഞാൻ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പ്രായത്തിലെ ചെറുപ്പക്കാരുടെ മനോനില എനിക്കറിയാവുന്നതുകൊണ്ടാണ്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം ഒരു ഇൻവോൾവ്മെന്റ് നമ്മളിൽ എത്രത്തോളം പ്രഷർ ബിൽഡപ്പ് ചെയ്യാമെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു പെണ്ണ് ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ എല്ലാം ശരിയാകുമെന്ന വാക്കുകൾ ജാസി വിശ്വസിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാം ശരിയാകട്ടെ എന്ന് ജാസിയും വിചാരിച്ചിട്ടുണ്ടാവും. ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന പരിഹാസങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു അവസാനം ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു കാണും. പക്ഷെ ഒന്നും നടന്നില്ല. 1 മാസം കൊണ്ട് തന്നെ ആ ബന്ധം തകർന്നുപോയി. അതിനെക്കുറിച്ച് തന്നെ ജാസി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടെ കേട്ടിട്ട് വരാം. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ലൈഫ്. പിന്നെ ഞാൻ കാരണം നമ്മൾ സ്വന്തം റൂമിലേക്ക് പോകാൻ തന്നെ നമുക്കൊരു മടി, കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക്, കാരണം ആ കുട്ടീനെ എങ്ങനെ ഫേസ് ചെയ്യും, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ആ കുട്ടിയോട് എങ്ങനെ ഈ കാര്യം അവതരിപ്പിച്ചത്? ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. ഞാൻ ഇങ്ങനെ, പിന്നെ അവൾക്കും ഓൾറെഡി വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇതിന്റെ തോന്നൽ മാത്രമാണേ. അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോ അവള് ഓക്കെ ആയിരുന്നു. അങ്ങനെ മ്യൂച്വൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡിൽ പോവുകയത്. പെടുന്ന മനുഷ്യന്മാർക്കൊക്കെ ഒത്തിരി ഫെയിൽക്കാർ പറയാനുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. താൻ ഒരാണല്ല എന്നുള്ളൊരു സ്വബോധം ഉണ്ടായിട്ടും വീട്ടുകാരുടെ നിർബന്ധം മൂലമാണ് ജാസി ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യേണ്ടി വന്നത്. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നുള്ള പതിവ് പല്ലവിയാണ് വീട്ടുകാർ പറഞ്ഞത് അല്ലേ? അല്ലെങ്കിലും ഒരു സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ. ചെക്കൻ കുറച്ചാൽ അമ്പത് കാണിച്ചു കിടക്കുന്ന ആളാണെങ്കിൽ കല്യാണം കഴിച്ചാൽ അവൻ നന്നാകുമെന്ന് പറഞ്ഞ് അവനെ പിടിച്ചങ്ങ് തെറ്റിക്കും. പിന്നെ ചെക്കന് കുറച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ ആദ്യം കാണുന്ന സൊല്യൂഷൻ കല്യാണം കഴിക്കലാണ്. കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് ബാധ്യത അങ്ങ് തീർക്കാലോ. അതുപോലെ തന്നെയാണ് LGBTQയിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ. അവരുടെ എല്ലാ പ്രശ്നങ്ങളും ശരിയാക്കാൻ വേണ്ടി വീട്ടുകാർ പിടിച്ചു കെട്ടിക്കും. എന്നിട്ട് എന്താവും? കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ബന്ധം അങ്ങോട്ട് അടിച്ചു പിരിയും. ഹെറ്ററോസെക്സുവൽ ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ട ഒരാൾക്ക് പെൺകുട്ടിയുടെ പ്രണയവും ലൈംഗിക വികാരവും തോന്നത്തില്ല. പിടിച്ച് സ്വന്തം സെക്സിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ച് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതൊരിക്കലും നടപടിയാകത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ട്രാൻസ് വുമന്റെ വേറൊരു പെണ്ണുമായിട്ട് വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗേയായ ചെറുക്കനെ പിടിച്ച് ഒരു പെണ്ണുമായിട്ട് കല്യാണം കഴിക്കുന്നത് ഓർത്ത് നോക്കിക്കേ. ആ ബന്ധം ഒരിക്കലും നീണ്ടു പോകത്തില്ല. നമ്മുടെ സമൂഹം ഇനി ഇതൊക്കെ എന്നാണ് മനസ്സിലാക്കുക? എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേട്ടിട്ട് വരാം. കുറച്ചും കൂടി പേഴ്സണലായിട്ട് ഞാൻ ചോദിക്കുകയാണ്, വിത്ത് യുവർ പെർമിഷൻ. കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ്, അതായത് ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചതാണ്. കുട്ടി ഉണ്ട് എന്ന് ചിലടത്ത് ഞാൻ കണ്ടു, ചിലടത്ത് കുട്ടി ഇല്ല. കുട്ടി ഉണ്ടെന്നൊക്കെ ഞാൻ കുട്ടി ഉണ്ടായാലും ഒരിക്കലും ഞാൻ ഈ ലൈഫിലേക്ക് മാറത്തില്ല. അത് വേറെ കാര്യം. ഇനി കുട്ടിയാവാൻ പറ്റാത്തത് കൊണ്ടും എനിക്ക് ആ സ്ത്രീയുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ക്വിറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ആ കുട്ടിയും ക്വിറ്റ് ചെയ്തത്. നേരെ പക്ഷെ ഞങ്ങൾ തമ്മിലൊരു ഫിസിക്കൽ ബന്ധമുണ്ട്, ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനൊരു സ്ത്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ഞാൻ മുന്നോട്ട് വരത്തില്ല. അത് എന്നോട് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കുട്ടി കൈ കഴിഞ്ഞാൽ കുട്ടികളെ സ്നേഹിച്ച് അവരൊക്കെ നോക്കി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരിക്കലും അങ്ങനെ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇത് പറഞ്ഞു. പിന്നെ അതുപോലെ ഞങ്ങൾ ആകെ 1 മാസം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളൂ. ആ 1 മാസം കൊണ്ട് ഇപ്പോൾ കുട്ടി ഉണ്ടാവില്ലല്ലോ. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് 10 ദിവസം 15 ദിവസം ഞാൻ തിരിച്ച് UAയിലേക്ക് തന്നെ പോകുന്നു. കല്യാണം കഴിയുന്നത് ശരിയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഡിവോഴ്സ് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ എപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കാറുണ്ട്. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ പോലെ സമൂഹത്തിൽ എത്രയധികം കളിയാക്കൽ ഒറ്റപ്പെടുത്തലും നേരിടേണ്ടി വരുന്ന വേറെ വിഭാഗം മനുഷ്യന്മാരുണ്ടോ? ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല എന്നാണ് ഉത്തരമല്ലേ? എങ്കിലും ഇങ്ങനെ ഒരു ജീവിതം സ്വയം തെരഞ്ഞെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? ഒരിക്കലുമില്ല. അവർക്ക് വേറെ വഴി ഇല്ലാത്തത് കൊണ്ടാണ്. അവർ ജനിച്ചത് തന്നെ അങ്ങനെയാണ്. ജീവിത സാഹചര്യങ്ങളാണ് അവരെ പല മോശ സാഹചര്യങ്ങളിലോട്ടും എത്തിക്കപ്പെടുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അവരെ മോശപ്പെടുത്തുന്നതും കളിയാക്കുന്നതും ചെയ്യുന്നതിന് മുമ്പ് അവരുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കേണ്ടതുകൂടെ നമ്മുടെ അത്യാവശ്യമാണ്. ഞാൻ ഈ പറഞ്ഞതിലൊക്കെ പലർക്കും എതിരഭിപ്രായം ഉണ്ടായേക്കാം എന്നാണ് ഞാൻ മാനിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിനെ പലർക്കും ഇന്നും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യമാണ്. എന്നിട്ടും ഇത്രയധികം അകറ്റി നിർത്തിയിട്ടും അവർ ഈ സമൂഹത്തിൽ സർവൈവ് ചെയ്ത് പോകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കൂടുതലും ഞാൻ പറയുന്നില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമന്റ് രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.